ഹലോ എവ്രി വൺ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് വാങ്കൂവറിലെ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ക്വീൻ എലിസബത്ത് പാർക്കിലേക്കാണ്. ഇവിടെ നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഇതിൻ്റെ സെൻറ്ററിലായിട്ടുള്ള ഈ ഒരു ഗ്ലാസ് ഡോം ഷേപ്പിലുള്ള കൺസർവേറ്ററിയാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ. എന്താ നമ്മൾ ഇന്ന് ഇവിടെ കയറുന്നില്ല, കാരണം ടിക്കറ്റ് എടുക്കണം. അപ്പം ജസ്റ്റ് ഗാർഡൻ ഒന്ന് കണ്ടുവരാമെന്ന് ഓർത്തു. പിന്നെ ഒരു ദിവസം ഇവിടെ വന്ന് ഇതിൻ്റെ കൺസർവേറ്ററി കാണാമെന്ന് ഓർത്തേ. അപ്പം പിന്നെ നമ്മൾ കാണുന്ന ഒരു ഫോട്ടോ സെക്ഷനാണ്. അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫറെയും അതിനെ പോസ് ചെയ്യുന്ന 3 ആളുകളെയും കാണാം. അപ്പോൾ ഇത് നിർമ്മിച്ചേക്കുന്ന വെങ്കലം കൊണ്ടുള്ള ഒരു ശില്പമാണ്. അത് കഴിഞ്ഞ് നമ്മൾ അപ്പം നേരെ ഗാർഡനിലേക്ക് പോവുകയാണ്. ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നത് മുമ്പ് കാണിച്ച കൺസർവേറ്ററിയുടെ 4 സൈഡിലായിട്ടാണ്. 4 സൈഡിലെ ഗാർഡനും 4 രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ പാർക്കിൻ്റെ താഴ്ഭാഗത്തേക്ക് പോയി നോക്കാം. അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഏരിയ കൂടുതലും ചെറിയ ട്രീകളാണ്. ഇന്നലെ അത്യാവശ്യം കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പകുതി മുക്കാലും പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴികളിലായിട്ട് ഇവർ ഒരുപാട് കാഴ്ചകൾ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിശ്രമിക്കാനാണെങ്കിൽ ഒരുപാട് സീറ്റുകൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടു നോക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇവരിത് 4 സൈഡിലായിട്ടാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നതെന്ന്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇവരിത് പല ലെയറുകളായിട്ടും തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ട്. എന്നാലും എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മളിതാ ഈ ഒരു ചെറിയ ഇറക്കം ഇറങ്ങി ചെല്ലുന്നത് ഈ ഒരു ഗാർഡനിലേക്കാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് നോക്കി ആ കൺസർവേറ്ററി കാണാം. അങ്ങനെ ഞാൻ കുറേ നടന്ന് മടുത്തപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നതാണ്. പക്ഷേ എനിക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നിയില്ല. അപ്പം അതേ മുന്നിൽ ഒരു അടിപൊളി വ്യൂ കിട്ടി. അങ്ങനെ ഞാൻ വീണ്ടും നടക്കാൻ തുടങ്ങി. ഇനി ഇവിടുന്ന് കുറച്ച് അത്യാവശ്യം നടക്കാനുണ്ട്.
ഈ പാർക്കിൻ്റെ ഏറ്റവും ഭംഗിയായി എനിക്ക് തോന്നിയ ഇടത്തേക്കാണ് ദാ ഈ വഴി ചെന്നെത്തുന്നത്. ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം കിട്ടിയിട്ട് അത് യൂസ് ചെയ്യാതിരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ എടുത്തു. അങ്ങനെ ഗാർഡൻ നമ്മൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് താഴേന്ന് നല്ലൊരു കയറ്റമാണ്. അത് കയറി ചെല്ലുമ്പോഴാണ് നമ്മുടെ കൺസർവേറ്ററിക്ക് തൊട്ട് മുകളിലായിട്ട് തന്നെ ഉണ്ട് ഒരു വാട്ടർ ഫൗണ്ടൻ. അപ്പം എന്താ ഈ കാണുന്ന വാട്ടർ ഫൗണ്ടനാണ് നമ്മുടെ ലാസ്റ്റ് സ്പോട്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്ത് റെസ്റ്റൊക്കെ എടുത്ത് കുറേയേറെ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് പതിയെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം ഈ പാർക്കിൽ വരാൻ പറ്റുന്നവരൊക്കെ വരിക. ഞാൻ ഈ പോയ സമയത്ത് പൂക്കളൊക്കെ ആയി വരുന്നേ ഉള്ളായിരുന്നു. ചില സൈഡിൽ പൂക്കൾ മുഴുവനായിട്ട് വിരിഞ്ഞു വന്നു, ചില സൈഡിലൊക്കെ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കുറച്ച് വൈകിയാണ്, അതുകൊണ്ടുള്ള ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. പൂക്കളൊക്കെ ഇപ്പം നിറയെ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ സമയമൊക്കെ നോക്കി പോയി എൻജോയ് ചെയ്യുക. ഒരുപാട് നടക്കാനുണ്ട്. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ നിങ്ങൾ ലവേഴ്സൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു ലോക്കും കൂടെ കൈ കരുതിക്കൊള്ളുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ദിവസം. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ഫോർ നൗ.